സ്വർഗത്തിലേക്ക് അവിടുന്ന് ആരോപണം ചെയ്തു കണ്ടതുപോലെ തന്നെ അവിടുന്ന് തിരിച്ചു വരും. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. മെസ്സിഹായിൽ സ്നേഹിതരെ, എന്ന് സ്വർഗാരോഹണത്തിരുന്ന മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ താൻ കൂടെ കൊണ്ട് നടന്ന് പിതാവിൽ നിന്ന് ഗ്രഹിച്ചതെല്ലാം പങ്കുവച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തുടരുന്നതിനു വേണ്ടി അപ്പസ്തലന്മാരെ ശക്തിപ്പെടുത്തുന്നതിന് 40 നാൾ പല ഇടങ്ങളിലും പല രൂപത്തിലും ആയിരുന്ന അപ്പസ്തലന്മാരെ, ഭയചകിതരായിരുന്ന അപ്പസ്തലന്മാരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത പുണ്യദിനമാണ് ഇന്നേ ദിവസം. ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹപൂർവം ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. സ്വർഗാരോഹണം ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും ആനന്ദത്തിൻ്റെ അടയാളമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും സ്വർഗത്തിലേക്ക് യേശുനാഥൻ ആരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിനോട് ഞങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി ആ സ്വർഗാരോഹണം ചെയ്ത യേശുവിൻ്റെ പ്രത്യേകമായ കൃപ യാചിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഈ ലോകത്ത് ചരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം നമ്മെ സന്തോഷഭരിതരാക്കുന്നു. കാരണം നമ്മുടെ ഈ മർത്യശരീരം മഹത്വം പ്രാപിച്ചുകൊണ്ട് എത്തേണ്ടടുത്ത് എത്തുവാനായിട്ടുള്ള തീവ്രമായ ആഗ്രഹം ഓരോ വിശ്വാസിയുടെ മനസ്സിൽ ഈ സ്വർഗാരോഹണം നൽകുമ്പോൾ യേശുവിൻ്റെ അടുത്തായിരിക്കാൻ, യേശുവിൻ്റെ അടുത്തായിരുന്നു കൊണ്ട് സ്വർഗീയ അനുഭവം ആസ്വദിക്കാൻ, നമ്മെ അനുഗ്രഹീതമാക്കാൻ തക്കവിധം ഈ ലോകജീവിതം ക്രമപ്പെടുത്തുന്നതിന് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധിയോടെ നാം അർപ്പിക്കുന്ന ഈ ബലി ദൈവപിതാവിന് സ്വീകാര്യമായി തീരാൻ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി
നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിരു മഹത്വം, നേർവലം ഭാഗത്തിരും
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ ആനന്ദത്താൽ ആർത്തുല്ലസിക്കാനും കൃപകളുടെ ഭക്താനുഷ്ഠാനത്താൽ സന്തോഷിക്കാനും ഞങ്ങൾക്കങ്ങ് ഇടയാക്കണമേ. എന്തെന്നാൽ അങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ ആരോഹണം ഞങ്ങളുടെ സന്തോഷമാകുന്നു. ശിരസ്സിൻ്റെ മഹത്വം എത്തിയിടത്ത് ശരീരത്തിൻ്റെ പ്രത്യാശയും നിറവേറുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അല്ലയോ തെയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സമ്മേളിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലെയും യൂദയായിലെ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനെ കർത്താവ് ഭീതിദായകനാണ്, അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ്. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്ത് ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ, നമ്മുടെ രാജാവിന് സ്തുതികൾ അർപ്പിക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു. അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു.
ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് ക്രിസ്തുവിനെ സ്വർഗത്തിൽ തൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാക്കി. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവൻ്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. കർത്താവിൻ്റെ വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായത്തിലെ 16 തുടങ്ങി തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മെസ്സിഹായിൽ ഏറ്റവും സ്നേഹിതരെ, സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവം ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. സ്വർഗാരോഹണത്തെക്കുറിച്ച് എല്ലാ വർഷവും നാം ധ്യാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വർഗാരോഹണം അതിൻ്റെ സന്ദേശത്തിൽ പുതുമയൊന്നും കാണില്ല. കാരണം കർത്താവായ യേശു പീഡകളേറ്റ് കുരിശിലേറി മരണം വരിച്ച് ഉദ്ധിതനായി അപ്പസ്തലന്മാർക്ക് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തി കുരിശിലേറുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ചു. അത് കഴിഞ്ഞ് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ള സത്യം. ഇത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒന്ന് തന്നെയാണ്. ഈ ലോകത്തിൽ ഈ സ്വർഗാരോഹണം ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ യേശു നൽകുന്ന സന്ദേശം ഈ ആധുനിക കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ഈ സ്വർഗാരോഹണത്തിൽ എൻ്റെ ജീവിതത്തിൽ യേശു നൽകുന്ന സന്ദേശം, ദൈവം നൽകുന്ന വെളിപ്പാട് എന്താണ് എന്ന് ഞാൻ മനനം ചെയ്യുകയായിരുന്നു. നമ്മളും ഓരോരുത്തരും മനനം ചെയ്യേണ്ട പ്രത്യേക സാഹചര്യമാണ്. കാരണം ഇന്ന് എൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ തീരുമാനിപ്പിച്ചുറപ്പിച്ചത് ഇപ്പോൾ നടക്കുന്നില്ല. ഒത്തിരിയേറെ പദ്ധതികൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത് നടക്കുന്നില്ല. ഞാൻ പലപ്പോഴും പോകണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല. എൻ്റെ കുടുംബത്തെ പോലും പോറ്റുവാനായി വക കണ്ടെത്തുവാൻ എനിക്ക് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ്, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതുവരെ ഈ പ്രതിസന്ധി നിലനിൽക്കും എന്ന് ഒരു നിശ്ചയമില്ലാത്ത ഒരു കാലഘട്ടം. പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിൻ്റെ സന്ദേശം എൻ്റെ ജീവിതത്തിൽ എന്താണ് എന്ന് മനനം ചെയ്യുന്ന അവസരത്തിൽ കർത്താവ് എന്നെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് അവസാനം പറയുന്ന ഒരു വചനം, ലോക അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവ് എന്നോടുകൂടെ ഉണ്ടോ എന്ന സംശയം പലർക്കും എന്ത്
അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവ് എൻ്റെ കൂടെയുണ്ടോ? ഈ ചിന്തയിൽ നിന്ന് തന്നെയാണ് ഞാനും ഈ വചനം ധ്യാനിച്ച് ദൈവത്തിൻ്റെ വെളിപാടിനായി ഞാൻ കാതോർത്ത് ചങ്കില് വചനം വച്ച് പ്രാർത്ഥിച്ച് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇന്നലെ രാത്രി ബാറൂക്കിന്റെ പുസ്തകത്തില് 4-ാം അധ്യായത്തില് 21 തുടങ്ങുന്ന വചനങ്ങളാണ്. അവിടെ നാം ഇപ്രകാരം ധ്യാനിക്കുന്നു, വായിക്കുന്നു: എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്താണ് ദൈവം പറയുന്നത്, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ. 2, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്ന്, അവരുടെ ശക്തിയിൽ നിന്നും നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിക്കും. എനിക്ക് വലിയ ഒരാശ്വാസമായിരുന്നു. ഏതാണ്ട് ഇന്നലെ രാത്രി 12 മണിയായപ്പോഴാണ് ഞാനത് തുറന്ന് നോക്കുന്നത്. വചനം വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ മനസ്സിൽ ദൈവം ഈ സ്വർഗാരോഹണ തിരുനാളിൽ ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞവൻ എൻ്റെ കൂടെ ഉണ്ടോ എന്ന സംശയം എൻ്റെ മനസ്സിൽ അങ്കുരിച്ചപ്പോ, ഞാൻ ഹൃദയത്തിൽ വെച്ച് വചനമെടുത്ത് തുറന്നപ്പോ എനിക്ക് ദൈവം തന്ന വെളിപാട് ബാറൂക്കിന്റെ പുസ്തകത്തില് 4-ാം അധ്യായത്തില് 21 തുടങ്ങി. ഞാൻ ആ വചനം തുടർന്ന് വായിച്ച് ധ്യാനിക്കുകയായിരുന്നു. അവിടെ തുടർന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആഹ്ലാദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കരുണ ലഭിക്കും. ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു, ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും. സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്വം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടനെ കാണും. മഹാപ്രതാപത്തോടും നിത്യനായവന്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ മക്കളെ, ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവം സഹിക്കുവിൻ. നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ അവരുടെ നാശം നിങ്ങൾ ഉടൻ കാണും. അവരുടെ കഴുത്ത് നിങ്ങൾ ചവിട്ടി മെതിക്കും. എൻ്റെ പിഞ്ചോമനകൾ പരിപരുത്ത പാതയിലൂടെ സഞ്ചരിച്ചു. ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ ശത്രുക്കൾ അവരെ അപഹരിച്ചു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും ഉണ്ടാകും. ഹല്ലേലൂയ. ശരിക്കും ഈ ഒരു വചനം ഈ സ്വർഗാരോഹണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ധ്യാനിച്ചപ്പോ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഈ പ്രതിസന്ധി കാലഘട്ടം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പ്രതിസന്ധി കാലഘട്ടം. എൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഞാൻ പോകും. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം, അടിസ്ഥാനപരമായുള്ള ലക്ഷ്യം എന്താണ്? ഞാൻ പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെ. ആരെങ്കിലും എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും, അച്ഛൻ്റെ സ്ഥലം എവിടെ? അപ്പൊ ഞാൻ ചോദിക്കും തിരിച്ച്, ഒറിജിനൽ സ്ഥലമോ ഡ്യൂപ്ലിക്കേറ്റ് സ്ഥലമോ? ഒറിജിനൽ സ്ഥലം. പെട്ടെന്ന് ഞാൻ മറുപടി പറയും, ഒറിജിനൽ സ്ഥലമാണെങ്കിൽ സ്വർഗം.
സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാനായി എൻ്റെ ലക്ഷ്യം ഞാൻ സ്വരുക്കൂട്ടണം. ഈ ലോകത്തിലെ മറ്റെല്ലാ പ്രവൃത്തികളും ഞാൻ ആയിരിക്കുന്ന ഇടത്തേക്ക് തിരിച്ചു പോകാനായി എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് എന്ന് എനിക്ക് നൽകിയ വെളിപാടിൽ ഞാൻ 2 പ്രാവശ്യം കർത്താവ് എടുത്തു പറയുകയാണ്, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സോ കോൾഡ് പ്രതിസന്ധികൾ ഒരു പക്ഷേ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ മറന്നത് കൊണ്ടല്ലേ. ഈ അടുത്ത കാലത്ത് എനിക്ക് വാട്സപ്പിലൂടെ ഒരു സന്ദേശം കിട്ടിയത് ഞാൻ നിങ്ങളിൽ പലരുമായി പങ്കുവെച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. 93 വയസ്സായ ഒരപ്പച്ചൻ കോവിഡ് വന്ന്, യൂറോപ്പിലുള്ളതാണ്, കോവിഡ് വന്ന് അപ്പച്ചൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ശ്വാസത്തിന് പ്രശ്നമായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്റർ വെക്കണം. അതുകൊണ്ട് വെന്റിലേറ്ററിന്റെ ഒരു ദിവസത്തെ ഫീസ് $5000. അപ്പച്ചൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോ ഒന്നിൽ കൂടുതൽ ഡോക്ടർമാർ ഈ അപ്പച്ചനെ പരിചരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഈ ഡോക്ടർമാർ അപ്പച്ചനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പച്ചൻ കരയല്ലേ, പൈസയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം, വിഷമമില്ല, അത് കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ അപ്പച്ചനെ ആശ്വസിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഡോക്ടർമാർ. അപ്പൊ ഈ അപ്പച്ചൻ കൊടുത്തൊരു മറുപടി, അതൊന്നുമല്ല എൻ്റെ സങ്കടത്തിന് കാരണം. അപ്പൊ ഡോക്ടർ പിന്നെ എനിക്ക് പൈസയൊക്കെ ഉണ്ട്, ഞാൻ ഈ $5000 അടയ്ക്കുന്നതിന് വേണ്ടി ഒരു തടസ്സമില്ല, പൈസയൊക്കെ ഉണ്ട്. അപ്പൊ അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ ചോദിച്ചു, പിന്നെ എന്താണ് അപ്പച്ചൻ കരയുന്നതിന് കാരണം? എനിക്ക് 93 വയസ്സാണ്. ഇപ്പൊ ഈ ശ്വാസത്തിന് പ്രശ്നമായതുകൊണ്ടാണ് നിങ്ങൾ വെന്റിലേറ്റർ വെക്കാൻ പറയുന്നത്. ഒരു ദിവസത്തിന് 5000 പറയും. 90 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ഓക്സിജൻ ഫ്രീ ആയിട്ട് ഒരു കാശ് പോലും അയാളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഫ്രീ ആയി ഈ ഓക്സിജൻ ഞാൻ അകത്തോട്ട് എടുക്കുകയല്ലേ. അയാളോട് അപ്പച്ചൻ കരയുന്ന കാരണം ഇതാ, അയാളോട് ഇതുവരെ ഞാൻ ഒരിക്കലും നന്ദി പറഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തില് ഈ സ്വർഗാരോഹണം നൽകുന്ന വലിയൊരു തിരിച്ചറിവായി ഞാൻ മനസ്സിലാക്കുന്നതാണ്, മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഓരോ നിമിഷവും ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഈ അപ്പന്റെ അടുക്കിലേക്ക് എനിക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ആഗ്രഹവും തീക്ഷ്ണമായ പ്രവർത്തനവുമായിരിക്കും. ഈ ലക്ഷ്യം മറക്കുമ്പോഴാണ് സോക്കാൾഡ് പ്രതിസന്ധികൾ നമുക്കുണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഈ ലക്ഷ്യത്തിലേക്ക് തിരിച്ചെത്താനാണ് കർത്താവ് തന്നെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. കർത്താവ് തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകാൻ സമയമായപ്പോ പറഞ്ഞില്ലേ, യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ നാം വായിക്കുന്നത്, ഞാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ പോവുകയാണ്. ഏത് സ്ഥലമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന്. അപ്പൊ കർത്താവ് എന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. ആയിരിക്കുന്നിടത്ത്, കർത്താവ് ആയിരിക്കുന്നിടത്ത് നമ്മളും ആയിരിക്കേണ്ടതിന് വീണ്ടും വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോ വീണ്ടും അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോ അവൻ ആയിരിക്കേണ്ടിടത്ത് ആയിരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെയാണോ എന്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുന്നത്? ഈ സ്വർഗാരോപണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും ഇന്നലെ രാത്രി എനിക്ക് ലഭിച്ച വെളിപാട് എന്റെ ജീവിതത്തെ കുറിച്ച് മനനം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം കർത്താവ് എന്നോട് പറഞ്ഞ വചനം, എന്റെ മകനെ ധൈര്യമായിരിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഒരു നിമിഷം പോലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. അതുകൊണ്ടാണ്
ചിലരൊക്കെ ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പരിപാടികൾക്ക് വിളിക്കുമ്പോൾ പറയും, യേശു അനുവദിക്കുകയാണെങ്കിൽ വരും, യേശു അനുവദിക്കുകയാണെങ്കിൽ വരും. ചിലർക്കൊക്കെ അതിന് തമാശയായിട്ടായിരിക്കാം തോന്നുന്നത്. പക്ഷേ ഞാനത് വളരെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് പറയുന്നത്. കാരണം ഏത് സമയം വരെ ഈ ലോകത്ത് ഞാൻ കാണുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എപ്പോഴും ഈ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മനോഭാവം എന്ന രീതിയിൽ ഞാൻ പറയുന്നത്, യേശു അനുവദിക്കുകയാണെങ്കിൽ വരും, യേശു അനുവദിക്കുകയാണെങ്കിൽ ചെയ്യും, യേശു അനുവദിക്കുകയാണെങ്കിൽ പോകും. ശരിക്കും ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ എനിക്ക് തന്ന ഒരു വെളിപാട് തന്നെയാണ് ദൈവം. മകനെ, ധൈര്യമായിരിക്കുക. ഈ ലോകത്തിലെ പ്രതിസന്ധികളൊക്കെ കണ്ട് നീ അധൈര്യപ്പെടേണ്ടവനല്ല, പേടിക്കേണ്ടവനല്ല, ഭയപ്പെടാൻ അല്ല. ധൈര്യത്തോടുകൂടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കാരണം അവൻ പറഞ്ഞു, എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും. എന്റെ കൂടെ ആയിരിക്കുന്ന എന്റെ അപ്പനെ, എന്റെ യേശുവിനെ കാണാതെ ഞാൻ ഈ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ഭയപ്പാടായിരിക്കും, എപ്പോഴും ഹൃദയം അടിച്ചുകൊണ്ടേ. പക്ഷെ സമാധാനം ആസ്വദിക്കണമെങ്കിൽ കൂടെയുള്ളവനെ, കർത്താവ് എന്റെ കൂടെയുണ്ട്, ആ ദൈവത്തെ ഞാൻ ഓരോ നിമിഷവും ആശ്രയിച്ചുകൊണ്ട് മുന്നേറണം എന്ന വലിയ തിരിച്ചറിവാണ് ഈ സ്വർഗാരോഹണ തിരുനാളിൽ എനിക്ക് ലഭിച്ചത്. കാരണം ദൈവാശ്രയബോധത്തിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എൻ്റെ ലക്ഷ്യം സ്വർഗം മാത്രമായിരിക്കണം. അതിനായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നൽകിയ വെളിപാടിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ എപ്പോഴും വിളിച്ചപേക്ഷിക്കാൻ, നിന്നെ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുന്നേറാൻ എന്നെ അനുഗ്രഹിക്കണമേ. നീ ആയിരിക്കുന്നിടത്ത് എത്തിച്ചേരാനായിട്ടുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടെ ഈ ലോകത്തിൽ നീ എന്തുമാത്രം സമയം എനിക്ക് മാറ്റിവെച്ചിട്ടുണ്ടോ ആ സമയമൊക്കെ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യം പ്രാപിക്കാൻ തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കൂട്ടായ്മാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഫൊറോനെ അനുഗ്രഹിക്കണമേ. എൻ്റെ അതിരൂപതയെ അനുഗ്രഹിക്കണമേ. ആഗോള കത്തോലിക്ക സഭ അനുഗ്രഹിക്കണമേ. ആഗോള ക്രിസ്ത്യൻ സഭ അനുഗ്രഹിക്കണമേ. ലോകമാസകനുള്ള ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും
വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, മക്കൾക്കെടുത്ത സ്നേഹത്തോട് അതിലേറെ വിശ്വാസത്തോടെ ഈ സർക്കാരോപണ തിരുനാൾ ദിനം നമ്മുടെ ആവശ്യങ്ങൾക്കായി, സഭയുടെ ആവശ്യങ്ങൾക്കായി, ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങൾക്കായി സർവേശ്വരനോട് നമുക്ക് യാചിക്കാം. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ സൂസിപാക്യം പിതാവിനെയും സഹായ മെത്രാൻ ക്രിസ്തുദാസ് പിതാവിനെയും ഇടവക വികാരി ജോസഫ് എൽക്കിനച്ചനെയും ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുന്ന സിസ്റ്റേഴ്സിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവജനത്തെ യഥാർത്ഥമായ ജ്ഞാനത്തിലും വിശ്വാസത്തിലും ആഴമായ ദൈവസ്നേഹാനുഭവത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ ഇവരെ കൂടുതൽ ബലപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8. കരുണ നിറഞ്ഞ ഈശോയെ, പെന്തക്കോസ്താ തിരുനാളിനായി ഒരുങ്ങുന്ന തിരുസഭയെ അതിൻ്റെ യഥാർത്ഥമായ സ്വർഗീയ ചൈതന്യവും പൂർണ്ണതയും കൂടുതൽ പ്രേക്ഷിത ശക്തിയും ചൈതന്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ നല്ല ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ ബലിയും മറ്റ് ഭക്തികൃത്യങ്ങളും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥനയും വചനധ്യാനവും ആഴമായ ദൈവസ്നേഹ അനുഭവവും അനുഭവിച്ചറിയുവാൻ എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊറോണ വൈറസ് എന്ന മഹാമാരിയിലൂടെ മരണത്തോട് മല്ലടിച്ച് കഴിയുന്നവരെയും ഏകാന്തവാസം അനുഭവിക്കുന്നവരെയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിഷമിക്കുന്നവരെയും ഈശോയെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൂടാതെ ഈ പകർച്ചവ്യാധിയെ ഉന്മൂലനം ചെയ്യാൻ അധ്വാനിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ആശുപത്രി ജീവനക്കാരെയും ആരോഗ്യ പ്രവർത്തകരെയും പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ എല്ലാവരെയും അങ്ങയുടെ കരസ്പർശനത്താൽ സംരക്ഷിച്ച് നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ നല്ല ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മരണമടഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും, ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എല്ലാ ആത്മാക്കളെയും കഴുകി വീണ്ടെടുത്ത് നിത്യസൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങൾ സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരുടെ നിയമങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് കരുതുന്നവരുടെ നിയമങ്ങൾ സമർപ്പിക്കാം. സർവേശ്വര, യാചിക്കുവാൻ പോലും അർഹരല്ലാത്ത ഞങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിച്ചവർ കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. എന്നെന്നും ജീവിച്ചു വാഴും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. Amen.
സ്നേഹിതരെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ ധന്യമായ സ്വർഗാരോഹണത്തിനു വേണ്ടി പ്രാർത്ഥനാതിരതരായി ഞങ്ങളിപ്പോൾ ബലിയർപ്പിക്കുന്നു. ഈ പരമപരിശുദ്ധപരമായ താൻ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുടേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രയും. കർത്താവേ, പരിശുദ്ധരായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് ദത്തതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിന്റെയും മരണത്തിന്റെയും ജേതാവും മഹത്വത്തിന്റെ രാജാവുമായ കർത്താവായ യേശു മലാഖമാർ വിസ്മയം കൊണ്ട് നിൽക്കവേ ഇന്നേ ദിനം സ്വർഗത്തിന്റെ നിലയിലേക്ക് ആരോപണം ചെയ്തു. ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിന്റെ വൃത്തിയാളനും സൈന്യങ്ങളുടെ കർത്താവുമായ അവിടെ എഴുന്നള്ളിയത് ഞങ്ങളുടെ എളിയ മനുഷ്യപ്രവൃത്തി ഉപേക്ഷിക്കാനില്ല, പിന്നെയോ ഞങ്ങളും ഞങ്ങളുടെ ശിരസ്സും ഉറവിടവുമായ അവിടെ നിന്ന് എത്തിച്ചേർന്നിടത്ത് അവിടുത്തെ അംഗങ്ങളായ ഞങ്ങളും ഒന്നുചേരുമെന്ന് ഉറപ്പുവരുത്താനാണല്ലോ. ആകെയാൽ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിൽ ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മലാഖവൃന്ദങ്ങളും അവിരാമസ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു.
അതിനാൽ അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ വിനയപൂർവ്വം അങ്ങയോട് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാണിക്കകൾ, ഈ ജനങ്ങൾ കാഴ്ചകൾ വിശുദ്ധവും നിർമ്മലമായി ബലിവസ്തുക്കൾ സ്വീകരിച്ച് ആശീർവദിക്കണമേ. പ്രഥമമായി അങ്ങേ വിശുദ്ധ കത്തോലിക്ക സഭയ്ക്കു വേണ്ടി ഇവ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസൈ മെത്രാപ്പൊലീത്തയോടും സഹായമെത്രാൻ ക്രിസ്തുദാസ് പിതാവിനോടും അപ്പസ്തോലികവും കാതോലികവുമായ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന എല്ലാവരോടുമൊപ്പം ലോകമെങ്ങുമുള്ള തിരുസഭയെ സമാധാനം നൽകി സംരക്ഷിക്കാനും ഒന്നിപ്പിക്കാനും നയിക്കാനും കഴിയണമേ. കർത്താവേ, അങ്ങേ ദാസന്മാരും ദാസിമാരുമായ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. ഇവർക്ക് വേണ്ടി ഈ ബലി ഞങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു. അവരുടെ വിശ്വാസവും പ്രകടമായ ഭക്തിയും അങ്ങ് അറിയുന്നുവല്ലോ. ഇവർ ഞങ്ങൾക്ക് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ സ്തോത്രബലി അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇവരുടെ ആത്മാവിന്റെ പരിത്രാണത്തിനും പ്രത്യാശക്ഷേമത്തിനും ഭദ്രതയ്ക്കുമായി ജീവനും സത്യവും നിത്യദൈവവുമായ അങ്ങേക്ക് ഈ കാണിക്കകൾ അർപ്പിക്കുന്നു. അങ്ങ് ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങളുടെ ബലഹീനമായ മനുഷ്യപ്രകൃതി തന്നോട് ചേർത്ത് അങ്ങേ മഹത്വത്തിന്റെ വലത് ഭാഗത്ത് പ്രതിഷ്ഠിച്ച ഏറ്റവും പരിശുദ്ധമായ ദിനം ആഘോഷിച്ചുകൊണ്ട് എല്ലാ വിശുദ്ധരോടും വിശിഷ്യാങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ മാതാവും മഹത്വപൂർണമായ നിത്യകന്യകയുമായ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരും അങ്ങേ രക്തസാക്ഷികളുമായ പത്രോസ്, പൗലോസ്, അന്ത്രയോസ് എന്നിവരോടും ഒന്നു ചേർന്നുകൊണ്ടും അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ടും അവരുടെ പുണ്യഫലങ്ങളും പ്രാർത്ഥനകളും വഴി എല്ലാ കാര്യങ്ങളിലും അങ്ങേ സംരക്ഷണത്തിന് സഹായം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയണമേ. ദൈവമേ, ഈ ബലിവസ്തുക്കൾ സത്യമായും സ്തുത്യർഹമായും പൂർണ്ണമായും ആശീർവദിച്ച് അംഗീകരിച്ച് സാധൂകരിച്ച് യുക്തവും സ്വീകാര്യവുമാക്കി തീർക്കാൻ കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങൾക്ക് അങ്ങ് ഏറ്റവും പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഠാസഹനത്തിന്റെ തലേനാൾ പരിശുദ്ധവും ധന്യവുമായ തന്റെ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് സർവശക്തനായ ദൈവവും തന്റെ പിതാവുമായ അങ്ങേ നേർക്ക് കണ്ണുകുളിയുയർത്തി അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവിടുന്ന് വിശിഷ്ടമായ ഈ പാനപാത്രം പരിശുദ്ധവും ധന്യവുമായ തന്റെ കരങ്ങളിലെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ അതേ ക്രിസ്തുവിന്റെ ധന്യമായ പീഠാസഹനവും മരിച്ചവരിൽ ഉയർപ്പും മഹനീയമായ സ്വർഗ്ഗാരോഹണം ഓർത്തുകൊണ്ട് അങ്ങേ ദാസരായ ഞങ്ങളും അങ്ങേ വിശുദ്ധജനം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനദ്രവ്യങ്ങളിൽ നിന്ന് ഈ പവിത്ര ബലി, ഈ വിശുദ്ധ ബലി, ഈ നിർമ്മല ബലി, നിത്യജീവന്റെ വിശുദ്ധമായ അപ്പവും നിത്യരക്ഷയുടെ പാനപാത്രവും അങ്ങേ മഹിത വൈഭവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങേ ദാസൻ നേര്യമാനായ ആബേലിന്റെ കാണിക്കകളും ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാത്തിന്റെ ബലിയും അങ്ങേ മഹാപുരോഹിതനായ മെൽക്കിസദേക്ക് അർപ്പിച്ച് അപ്പവും വീഞ്ഞും അങ്ങ് സ്വീകരിച്ചതുപോലെ ഈ കാണിക്കകളും പ്രീതികരവും പ്രസന്നവുമായ വചനത്തോടെ കടാക്ഷിക്കാനും വിശുദ്ധ ബലിയായും നിർമ്മലയാഗമായും സ്വീകരിക്കുവാനും കഴിയണമേ. സർവശക്തനായ ദൈവമേ, ഏറ്റവും താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദിവ്യബലി അങ്ങേ വിശുദ്ധദൂതൻ കരങ്ങൾ വഴി സംഭവിച്ച് അങ്ങേ മഹനീയ താരയിലേക്ക്, അങ്ങേ മഹത്വമേറിയ തിരുമുമ്പിലേക്ക് സംവഹിക്കാൻ കൽപ്പിച്ചരുളിയാലും ഈ ബലിപീഠത്തിൽ അർപ്പിച്ച ബലിയിൽ പങ്കുചേർന്ന് അങ്ങേ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോഴെല്ലാം എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാലും പ്രസാദവരങ്ങളാലും ഞങ്ങൾ നിറയുമാറാകട്ടെ. കർത്താവേ, വിശ്വാസത്തിന് മുദ്രയോടെ ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോവുകയും സമാധാനത്തിന് മുദ്രയിൽ ശ്രമിക്കുകയും ചെയ്യുന്നവരായ അങ്ങേ ദാസന്മാരെയും ദാസ്യമാരെയും ഓർക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, ഇടവകയിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ സമർപ്പിക്കാം. അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. കൊറോണ വൈറസ് ബാധയിലൂടെ മരണമടഞ്ഞു പോയവരെ സമർപ്പിക്കാം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സമർപ്പിക്കാം. അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. ഇവർക്കും ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്ന എല്ലാവർക്കും നിത്യവിശ്രാന്തി നൽകുകയും പ്രകാശത്തിന്റെയും സമാധാനത്തിന്റെയും വിശ്രാന്തിയുടെയും ഇടം കഴിഞ്ഞല്ലെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപികളെങ്കിലും അങ്ങേദാസരായ ഞങ്ങൾക്കും അങ്ങേ അളവറ്റ് കാരുണ്യത്തെ ശരണം പ്രാപിക്കുന്നവരുമായ ഞങ്ങൾക്കും അങ്ങേ വിശുദ്ധ അപ്പസ്തലന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരായ യോഹന്നാൻ, സ്റ്റീഫൻ, മത്തിയാസ്, ബർണ്ണബാസ് എന്നിവരുടെയും അങ്ങ് എല്ലാ വിശുദ്ധരുടെയും നല്ലൊരു പങ്കാളിത്തവും സഹവാസവും കൽപ്പിച്ചനുവദിക്കണമെന്നും അവരുടെ സമൂഹത്തിൽ യോഗ്യതകൾ പരിഗണിക്കുന്നവരായിട്ടല്ല, കാരുണ്യം വർഷിക്കുന്നവരായി അങ്ങ് ഞങ്ങളെയും ചേർത്തരണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് വഴി അങ്ങ് ഈ നന്മകളെല്ലാം നിരന്തരം സൃഷ്ടിക്കുകയും പവിത്രീകരിക്കുകയും ജീവശക്തി കൊണ്ട് നിറയ്ക്കുകയും ആശീർവദിക്കുകയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുവല്ലോ.
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായും ദർഭയം നമുക്ക് ഏറ്റുപാടാം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപമോചരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പസ്തലന്മാരുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെയോ അങ്ങേ സഭയുടെ വിശ്വാസം പ്രതൻ പാർത്ത് അങ്ങേതിലുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം സമാധാനം പങ്കുവയ്ക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് തിരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവം, ഇഹത്തിൽ സ്വർഗീയ രഹസ്യങ്ങൾ ആഘോഷിക്കാൻ നിയുക്തരായവരെ അങ്ങ് അനുവദിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പ്രകൃതി അങ്ങയോടൊപ്പമായിരിക്കുന്നിടത്തേക്ക് ക്രിസ്തീയ ഭക്തിയുടെ ചൈതന്യം ഞങ്ങളിൽ നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുടേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. ഇന്നേ ദിനം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവിടുന്ന് ആയിരിക്കുന്നിടത്തേക്ക് ചെന്നുചേരാൻ കവാടം തുറന്നു തരുകയും ചെയ്ത് തലേകരാജിന്റെ പിതാവും സർവശക്തനുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തു തന്റെ ഉദ്ധാനത്തിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷ ദർശനമല്ലേ പോലെ വൃത്തിയാളനായി വരുമ്പോൾ അവിടുന്ന് നിങ്ങളിൽ നിത്യകാലം സംപ്രീതനായി കാണപ്പെടാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രതാപത്തിൽ പിതാവിനോടൊപ്പം എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ യുഗാന്തം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവിടുത്തെ വാഗ്ദാനം സന്തോഷപൂർവം അനുഭവിച്ചറിയാൻ പ്രാപ്തരാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നതല്ല എന്നും നിലനിൽക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിച്ച് വിശുദ്ധിയിൽ വളർന്ന് സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറാൻ നമുക്ക് പോകാം. ദൈവത്തിന്റെ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയായിരിക്കട്ടെ.